അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഇപ്പോ ബി.ജെ.പിയുടെ കേരളത്തിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് 2 മണ്ഡലങ്ങളെ ചുറ്റിപ്പറ്റിയാണ്. അവർ ബൂത്ത് തല കണക്കെടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. ആറ്റിങ്ങൽ അവർ ഒരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുമുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂർ, ഈ 2 മണ്ഡലങ്ങൾ 2 അക്കം കടക്കും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതെങ്കിലും 2 മണ്ഡലങ്ങൾ ബി.ജെ.പിക്ക് അനുകൂലമായി വിധിയെഴുതും എന്ന അവരുടെ ആത്മവിശ്വാസത്തെ CPM എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് 35+ അങ്ങനെ 35+ ഞങ്ങൾ നേടുമെന്ന് മാത്രമല്ല, കേരളം ആര് ഭരിക്കുമെന്ന് BJP തീരുമാനിക്കും. ഇതായിരുന്നു ബഹുമാനായ ശ്രീ കെ സുരേന്ദ്രൻ്റെ അവകാശവാദം. അത് എത്രത്തോളം യാഥാർത്ഥ്യമായി നമ്മുടെ നാട്ടിലെ ആളുകൾക്കെല്ലാം അറിയാം. പിന്നെ പ്രധാനമന്ത്രി എണ്ണിയ 400-നകത്ത് കേരളത്തിൽ 2 അക്കമാണെങ്കിൽ 10 ഉണ്ടാകണമല്ലോ. അപ്പോൾ ഇനി പ്രധാനമന്ത്രിയുടെ 400-ൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ്റെ ആ ആത്മവിശ്വാസത്തിൻ്റെ ഉയരങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാവും. എന്തായാലും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അദ്ദേഹം ഇവിടെ പറഞ്ഞപ്പോൾ നവീൻ പട്നായിക്കിനെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കള്ളിയിൽ കൂട്ടിയത്? കൈവറയ്ക്കുന്നയാൾ, അദ്ദേഹം രോഗാതുരനാണ്, ഒറീസയിലെ മുഖ്യമന്ത്രിനെ അധികകാലം ജീവിച്ചിരിക്കുമോ എന്ന് സംശയമുണ്ട് എന്നെല്ലാമുള്ള പ്രസംഗങ്ങൾ നടത്തിയ ആരാണ്? രോഗാതുരനായ മുഖ്യമന്ത്രിയോട് ഒറീസയിലെ ജില്ലകളുടെ തലസ്ഥാനത്തിൻ്റെ പേര് ചോദിച്ച ഒരു മണ്ടൻ പ്രധാനമന്ത്രി ഇന്ത്യക്കുണ്ട്. കാരണം കേരളത്തിലെ ജില്ലകൾക്ക് തലസ്ഥാനമുണ്ടോ? ഇന്ത്യയിലെ ജില്ലകൾക്ക് തലസ്ഥാനമുണ്ടോ? ഒറീസയിലെ ജില്ലകളുടെ തലസ്ഥാനത്തിൻ്റെ പേര് ചോദിക്കുന്നൊരു പ്രധാനമന്ത്രി. അപ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ ഒരു പ്രധാനമന്ത്രിയുടെ ഔന്നത്യം എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെ ബഹുമാന്യായ മാധു തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ വൈവിധ്യമാണ് BJPക്ക് ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ത്യ രാജ്യത്തെ BJPക്കും RSSനും കൈപ്പിടിയിൽ ഒതുക്കാനാവാത്ത വിധമുള്ള അതിവൈവിധ്യപൂർണമായ അതിവൈവിധ്യസമ്പന്നമായൊരു ഇന്ത്യയാണിത്. അവിടെ ഒരൊറ്റ രാജ്യം ഒരു ഭാഷയെന്ന് പറഞ്ഞാൽ ആ BJPയുടെ തത്വശാസ്ത്രം RSSൻ്റെ തത്വശാസ്ത്രം ചിലവാകില്ല. ഒരു രാജ്യം ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ RSSൻ്റെ തത്വശാസ്ത്രം ഇവിടെ ചിലവാകില്ല. ഒരു രാജ്യം ഒരു സംസ്കാരമല്ല, ഒരു രാജ്യം ഒരു ഭാഷയല്ല, വൈവിധ്യസമ്പന്നമായൊരു ജനസമൂഹം അതിജീവിക്കുന്ന ലോകത്തെ ഏറ്റവും വിസ്മയം നിറഞ്ഞൊരു രാജ്യമാണിത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് BJPയുടെ ആത്മവിശ്വാസത്തിന് കൊടി ഇറക്കമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ത്യ രാജ്യത്തിൻ്റെ വൈവിധ്യം തന്നെയാണ്. ഇവിടെയാണ് ഭരണഘടന മാറ്റുമെന്ന് മാത്രമല്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1973 കേശവാനന്ദ ഭാരതി കേസ്, ആ കേസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭരണഘടനയുടെ മൂലക്കല്ലുകളെ പൊളിച്ചൊഴിയും തരത്തിൽ ആ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയെ തന്നെ അസ്ഥിരപ്പെടുത്തണമെന്നാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള അദ്ദേഹം ഇവിടെ പരസ്യമായി നിലപാട് വ്യക്തമാക്കിയത്. എന്തായിരുന്നു ഉദ്ദേശം? ഇപ്പോൾ ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ്റെ 375-നകത്ത് ഒറീസ കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ മനസ്സിലാകുമല്ലോ. പിന്നെ BJPക്ക് നാണം ഇല്ലാത്തതുകൊണ്ട് മേഘാലയത്തിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും കൊള്ളക്കാരുടെ ഗവൺമെൻറ്റാണ് മേഘാലയം ഭരിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് മേഘാലയത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPക്ക് കുറച്ച് സീറ്റ് കിട്ടി. അപ്പോൾ അവിടുത്തെ ഭരണകക്ഷിയാകുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ തോപ്പിച്ചതിനൊക്കെ നന്ദിയുണ്ട്, പക്ഷേ ഞങ്ങളുടെ 2 മന്ത്രിമാരെ കൂടെ അങ്ങ് എടുത്തേക്കണം. അങ്ങനെ BJPയെ തോപ്പിച്ചവരുടെ മന്ത്രിസ്ഥാനം നേടുന്ന ഒരവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് BJPക്കുള്ളത്. ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ചെന്നതോടെ ആദരണീയനായ നമ്മളെല്ലാം ആരാധിക്കുന്ന വിവേകാനന്ദ സ്വാമികളുടെ ഓർമ്മകൾ കളങ്കപ്പെട്ടു. ആ ഓർമ്മകളെ അദ്ദേഹം പാപപങ്കിലമായി അദ്ദേഹത്തിൻ്റെ നാവുകൾ കൊണ്ട് ഏതാണ്ട് 2 മാസക്കാലം നമ്മുടെ നാടിനെ വിഷലിപ്തമാക്കിയ നാവുകൾ കൊണ്ട് അദ്ദേഹം അവിടെ പോയിരിക്കുന്നു. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ ധ്യാനം എന്താണ്? ഇന്ന് തന്നെ 3 തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ, വീഡിയോകൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. ആരാണ് ഈ ക്യാമറ പ്രവർത്തിപ്പിക്കുന്നത്? 4000 പോലീസുകാരെ കാവൽ നിൽക്കുന്നു. ആർക്കാണ് ഇതിൻ്റെ പണം മുടക്കുള്ളത്? ഇവിടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ബഹുമാനപ്പെട്ട മാധു ആദ്യം ചോദിച്ചല്ലോ, തുല്യതയുള്ള ഒരു ഗ്രൗണ്ടാണോ ഉള്ളത്? ലെവൽ പ്ലേയിങ് ഗ്രൗണ്ടാണോ? പ്രതിപക്ഷത്തിന് തുല്യത കിട്ടിയോ? തുല്യത ഇല്ല എന്ന് മാത്രമല്ല, നരേന്ദ്രമോദിയുടെ ധ്യാനം പോലും തട്ടിപ്പാണ്. ഇത് ആദ്യത്തെ ധ്യാനമല്ല. ഈ ധ്യാനനിരതനായ മോദി പിന്നീട് ധ്യാനം കഴിഞ്ഞ് എങ്ങനെയാണ് കടന്നു വരുന്നത്? ആസുരതയിലാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഷയോ അദ്ദേഹത്തിൻ്റെ നിഗൂഢതകളോ ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ പൊരുത്തപ്പെടാനാവാത്ത കാര്യങ്ങളാണ് ഒരു പ്രധാനമന്ത്രി എന്ന നിലക്ക് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. മാപ്പർഹിക്കാത്ത കുറ്റം. ഒറ്റ വാക്കൂടെ മാധു, ഗാന്ധി സ്മരണയെ നിന്ദിച്ചു.
ഞാൻ പറയുന്നു ആറ്റൻബറോ എങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഗാന്ധിയുടെ ഒരു സ്മരണാഞ്ജലിയായിട്ട് അദ്ദേഹത്തിന് ചിത്രമെടുക്കാൻ വന്നത്? ഗാന്ധി വിശ്വപുരുഷനായതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്താണ് 1982 ഗാന്ധിയെക്കുറിച്ച് ഒരു സിനിമയുടെ പ്രസക്തി എന്താണ്? ലോകത്തെങ്ങും അറിയില്ലാത്ത ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു കോണിൽ മാത്രം അറിയുന്നൊരു ഗാന്ധി. അവിടെയാണ് ഞാൻ പറയുന്ന ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. RSS ജന്മം കൊടുത്തത് ഗാന്ധി വിരോധത്തിലാണ്. എന്താണ് തെളിവെന്നറിയാമോ? ഹെഡ്ഗേവാറിൻ്റെ ജീവചരിത്രം. ഹെഡ്ഗേവാറിൻ്റെ ജീവചരിത്രകാരൻ പറയുന്നത് ബാലഗംഗാധര തിലകൻ മരണപ്പെട്ടതിന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലേക്ക് ഗാന്ധി വരുന്നത് തടയാൻ ഞങ്ങൾ അരവിന്ദ് ഘോഷിനെ പോയി കണ്ടു. പക്ഷേ ഞങ്ങളുടെ ശ്രമം വിജയിച്ചില്ല. ഗാന്ധി നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ മറ്റൊരു വഴിക്ക് പോയി. അതാണ് RSS. അതാണ് ഹെഡ്ഗേവാറിൻ്റെ RSS. അന്നു മുതൽ ഗാന്ധിയോട് കലഹിച്ച് ഗാന്ധി ഹത്യയിൽ എത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് മോദി എന്ന കാര്യം മറന്നു പോകരുത്. ഓക്കെ, ശരി. ഇതാണ് കടുത്ത വിമർശനം CPM ഉന്നയിക്കുന്നത്. 2 മണ്ഡലങ്ങൾ കേരളത്തിൽ കിട്ടും എന്ന പ്രതീക്ഷ BJP മുന്നോട്ട് വെക്കുന്ന സമയത്ത്. ശരി.